Okay, so in the last lecture നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോ റിലേറ്റിംഗ് ടു ലീൻ വരെയായിരുന്നു അല്ലേ. നമ്മുടെ ബെയിൽമെൻറ്റ് എന്ന സ്പെഷ്യൽ കോൺട്രാക്റ്റിലെ ലീൻ എന്ന കൺസെപ്റ്റ്, ഒരു ബെയിലിയുടെ ലീൻ എന്ന കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ഗുഡ്സ് നമ്മുടെ ബെയിൽമെൻറ്റിനെ പോലെ തന്നെ വരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് ദിസ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. So, contract of bailment are usually entered into on a basis of agreement between the parties. However, law may sometimes imply a relation of bailment even in the absence of the agreement between the parties. നമ്മൾ മറ്റേ ഇതിനകത്തൊരു കോൺട്രാക്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു ബെയിൽമെൻറ്റിൽ. എന്നാൽ ഫൈൻഡർ ഓഫ് ഗുഡ്സിൽ നമുക്ക് റിയൽ ആയിട്ടൊരു കോൺട്രാക്റ്റ് ഒന്നും വേണ്ട. ഇംപ്ലൈഡ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പ്രസ് ആയിട്ടോ കോൺട്രാക്റ്റ് ഇല്ലാതെ തന്നെ ഒരു ലോ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് പോലൊന്നും ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. So, a finder of good will be defined as per the section 71, a person who find the good belonging to another and take them into his possession. നമുക്കറിയാം, എവിടെ നിന്നെങ്കിലും കളഞ്ഞു കിട്ടുന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ഓരോരുത്തരും എന്താണ്, ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആണ്. സോ എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു പൊസിഷൻ. ഇപ്പം നമുക്ക് വഴിയിൽ നിന്ന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുക. സോ ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ് ആൻഡ് വി ആർ ഹോൾഡിംഗ് ഇറ്റ് ഇൻ അവർ ഹാൻഡ്സ്, ദെൻ ഇറ്റ് ഈസ് വി ആർ a finder of good. So this is the definition given for the finder of goods in the section 71. So a finder of good is also subject to the same responsibility as a bailey. അപ്പോൾ ഈ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന കൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ബെയിലി ഒരു ഗുഡ് വാങ്ങിക്കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ, അതേപോലെ തന്നെയാണ് ഒരു ഫൈൻഡർ ഓഫ് ഗുഡും ആക്ട് ചെയ്യുന്നതെന്നാണ് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത് ത്രൂ ദ കോൺട്രാക്റ്റ്. ഓക്കെ, സോ വാട്ട് ആർ ദ മേജർ റൈറ്റ്സ് ഓഫ് എ ഫൈൻഡർ ഓഫ് ഗുഡ്? ഒരു മേജർ ഫൈൻഡർ ഓഫ് ഗുഡ്സ്, നമുക്കിപ്പോൾ ഒരു സാധനം കളഞ്ഞു കിട്ടിയാൽ നമ്മൾക്ക് എന്തൊക്കെ റൈറ്റ് ആണ് ഉള്ളത്? സോ ആസ് സിമിലർ ടു ദ ബെയിലി വി ആർ ഓൾസോ ഹാവിങ് സം റൈറ്റ്സ് ലൈക്ക് ഫസ്റ്റ് ദ റൈറ്റ് ഓഫ് ലീൻ. റൈറ്റ് ഓഫ് ലീൻ, നമ്മൾ ലീൻ എന്ന കൺസെപ്റ്റ് പഠിച്ചില്ലേ, ആ റൈറ്റ് ഓഫ് ലീൻ തന്നെ ഒരു ഫൈൻഡർ ഓഫ് ഗുഡ്സിനും ഉണ്ടായിരിക്കും. So, a finder of good can exercise a right of lien until he receives compensation for trouble and expenses incurred in preserving the goods and finding out the owner. ഇപ്പം നമ്മൾ ചിലപ്പോൾ കാണാറുണ്ടാവും, നമുക്ക് ആധാർ കാർഡെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ വേറൊരാളായിരിക്കും ചിലപ്പോൾ നമുക്ക് ആധാർ കാർഡ് വേറെ ആരുടെയും കൈ കിട്ടി. അപ്പോൾ അവരത് നമുക്ക് പോസ്റ്റൽ വഴി അയച്ചു തരികയാണെങ്കിൽ നമ്മൾ ആ പോസ്റ്റൽ ചാർജസ് അയാൾക്ക് കൊടുക്കും അല്ലേ. അത് ചോദിക്കാനുള്ള അവകാശം ആ ഒരു ഫൈൻഡർ ഓഫ് ഗുഡിന് ഉണ്ട്. അതുതന്നെയാണ് ദിസ് റൈറ്റ് ഓഫ് ലീൻ. So, a finder of good can exercise a right of lien to have the compensation for the trouble and the expenses he have incurred by serving that good. ആ ഗുഡ് അയാളുടെ കൈ വെച്ചുകൊണ്ടാണ് അയാൾക്ക് കുറേ എക്സ്പെൻസ് വരുന്നത്. അതുപോലെ ആ ഓണറിനെ കണ്ടുപിടിക്കാനും അയാൾക്ക് കുറച്ച് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫൈൻഡർ ഓഫ് ഗുഡ്സിന് ഉള്ളൊരു റൈറ്റാണ്, ഇതിനെല്ലാം കോമ്പൻസേഷൻ ചോദിക്കുക എന്നുള്ളത്. ബട്ട് ഹി ഹാസ് നോ റൈറ്റ് ടു സ്യൂ ദ ഓണർ ഫോർ സച്ച് കോമ്പൻസേഷൻ ആസ് എ ട്രബിൾ ആൻഡ് എക്സ്പെൻസ് വർ ഇൻക്വയർഡ് ബൈ ഹിം വോളണ്ടറിലി. പക്ഷേ ഇത് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കാനോ ഒന്നുമുള്ള റൈറ്റ് ഇല്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തോടെ, ഇപ്പോൾ എനിക്കാണൊരു ആധാർ കാർഡ് കളഞ്ഞു കിട്ടിയെങ്കിൽ ഞാനത് ഫൈൻഡറിനെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ആ ഓണറിനെ കണ്ടുപിടിച്ച് അയാൾക്ക് അയച്ചു കൊടുക്കുന്ന എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം, ആരും നിർബന്ധിച്ചിട്ടല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പൈസ എനിക്ക് നിർബന്ധമായിട്ട് കോർട്ടിൽ പോയിട്ട് പൈസ വാങ്ങാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൈറ്റ്, ദ റൈറ്റ് ഓഫ് ലീൻ. Second one is the right to sue for reward. That is, the finder can sue for specific reward which the true owner has offered for the return of goods. He may also retain the good till he receives the reward. ഇപ്പം നമ്മൾ ചിലയിടത്തൊക്കെ കാണാറുണ്ട്, പത്രത്തിലൊക്കെ പരസ്യം കാണും, ഇങ്ങനെ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതിനെ കണ്ടുപിടിച്ച് തരുന്നവർക്ക്, എന്തെങ്കിലും പെറ്റൊക്കെ ആണെങ്കിൽ ഇതിനെ കണ്ടുപിടിച്ച് തരുന്നവർക്ക് ഇത്രയും രൂപ തരാം എന്നെല്ലാം പറഞ്ഞ് ചിലപ്പോൾ പരസ്യം കാണും. അപ്പോൾ അങ്ങനെ ഒരു പരസ്യം വന്നിട്ടാണ് നമ്മളൊരു ഗുഡ്സ് നമുക്ക് കിട്ടുന്നതും നമ്മളൊരു ഫൈൻഡർ ഓഫ് ഗുഡായി. അപ്പോൾ ആ ഗുഡ് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ പരസ്യത്തിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിവാർഡ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അതിനു വേണ്ടി നമുക്ക് കേസ് കൊടുക്കാം, ബിക്കോസ് ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു റിവാർഡാണ്. സോ വി ക്യാൻ സ്യൂ ഫോർ ദാറ്റ്. പക്ഷേ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റിവാർഡ് തന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സ്യൂ ചെയ്യാൻ പറ്റില്ല. ഇഫ് ഇറ്റ് ഇസ് ഓൾറെഡി ഡിക്ലെയർഡ് ദാറ്റ് ദ പേയ്മെൻറ്റ് വിൽ ബി ഡൺ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിവാർഡ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കേസിന് പോവാം. Then right of sale, that is right of sale can be exercised in some situation like if the owner cannot with reasonable diligence be found. നമുക്ക് ഓണറിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കിട്ടിയ ഗുഡ്സിനെ വിൽക്കാം. ദെൻ ഇഫ് ഓണർ റെഫ്യൂസസ് ടു പേ ദ ലോഫുൾ ചാർജസ് ഓഫ് എ ഫൈൻഡർ, ഇപ്പം ഒരു ഫൈൻഡറിന് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന റിവാർഡോ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ കോമ്പൻസേഷൻ, അത് തരാൻ നമ്മുടെ ഓണർ റെഡി അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഗുഡ്സ് വേണമെങ്കിൽ വിൽക്കാം.
ഓക്കെ. ദെൻ ദ ഗുഡ്സ് ആർ ഓഫ് എ പെരിഷബിൾ നേച്ചർ. പിന്നെ പെരിഷബിൾ ആയിട്ടുള്ളൊരു ഗുഡാണെന്ന് വെച്ചോ. ഇപ്പോൾ എന്തെങ്കിലും പെരിഷബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന എന്തെങ്കിലും ഒരു ഗുഡ്സ്. ഇപ്പോൾ എമൗണ്ടോ അല്ലെങ്കിൽ ജീവികളെ അങ്ങനെയൊന്നും നമുക്ക്, അല്ലെങ്കിൽ ഒരു പെറ്റിനെ ഒന്നും നമുക്ക് പെരിഷബിൾ അല്ല. പക്ഷേ പെട്ടെന്ന് പെരിഷബിൾ ആവുന്ന എന്തെങ്കിലും ഗുഡ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓർ ഫ്രൂട്ട്സ്, അതിൻ്റെ ഒരു കാർട്ടൺ ഫുൾ നമുക്ക് കിട്ടിയിരിക്കുക. സോ ഇറ്റ് ഈസ് എ പെരിഷബിൾ ഇൻ നേച്ചർ. വിത്തിൻ 2 or 3 days ഇറ്റ് ഗെറ്റ് ഡീക്കേഡ്. അങ്ങനെയുള്ള ഗുഡ്സിനെ നമുക്ക് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ട്. Then the lawful charges of the finder in respect of the goods found exceeds 2/3 of the total value of the goods. ഇപ്പം ലോഫുൾ ചാർജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുഡ്സിൻ്റെ വിലയെക്കാളും അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഒരു 2/3 വരുന്നുണ്ട് ആ ലോഫുൾ ചാർജ് എങ്കിൽ അത് വിറ്റെടുക്കാം, വിറ്റ് പൈസ എടുക്കാം. ആർക്ക്? നമ്മുടെ ഫൈൻഡറിന്. സോ ദീസ് ആർ ദ കേസസ് ഇൻ വിച്ച് എ ഫൈൻഡർ ഓഫ് ഗുഡ് ക്യാൻ സെൽ ദർ ഗുഡ്സ്. എങ്ങനെ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഗുഡ്സ് വിൽക്കാനുള്ള കുറച്ച് കേസുകളാണ്. ഓണറിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, പിന്നെ ഓണർ അയാൾക്ക് തരേണ്ട ആ ലോഫുൾ ചാർജസ് ഒന്നും തന്നില്ലെങ്കിൽ, ഇനി ഗുഡ്സ് പെരിഷബിൾ നേച്ചറിലാണെങ്കിൽ അതേപോലെ ഗുഡ്സിൻ്റെ വിലയുടെ ഒരു 2/3 ഇയാൾക്ക് കിട്ടാനുള്ള പൈസയാണ്, അല്ലെങ്കിൽ ലോഫുൾ ചാർജ് ആണെങ്കിൽ അത് വിറ്റിട്ട് അതിൻ്റെ പൈസ എടുക്കാം. ഓക്കെ. ദെൻ ദ ഫോർത്ത് റൈറ്റ് ഈസ് ദ റൈറ്റ് ടു റീറ്റെയിൻ പൊസിഷൻ. ഇനി ട്രൂ ഓണറിനല്ലാതെ ഈ ലോകത്ത് ആ ഒരു ഫൈൻഡറിന് മാത്രമേ അത് കയ്യിൽ വെക്കാനുള്ള അവകാശമുള്ളൂ. ദാറ്റ് ഈസ് ദ റൈറ്റ് ടു റീറ്റെയിൻ പൊസിഷൻ. ട്രൂ ഓണറിനുണ്ട്, പിന്നെയുള്ള റൈറ്റ് നമ്മളുടെ ഫൈൻഡറിനായിരിക്കും. സോ ദീസ് ആർ ദ മേജർ റൈറ്റ്സ് ഓഫ് എ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. അപ്പോൾ റൈറ്റ്സ് പോലെ കുറച്ച് ലയബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഡ്യൂട്ടീസും ഉണ്ട് ഒരു ഫൈൻഡർ ഓഫ് ഗുഡ്സിന്. അപ്പം ആ ഗുഡ്സ് നശിച്ചു പോകാതെ, ഡിസ്ട്രോയ് ചെയ്യാതെ അയാളായിരിക്കണം അത് സൂക്ഷിച്ച് വെക്കേണ്ടത്. സോ ഒരു ബെയിലിയെ പോലെ തന്നെ റെസ്പോൺസിബിൾ, ഒരു റീസണബിൾ കെയർ ഓഫ് ദ ഗുഡ്സ് അയാൾ സൂക്ഷിക്കേണ്ടതാണ്. ഇനി അയാൾ റെസ്പോൺസിബിൾ അല്ലാതെ, അല്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തോടെ അല്ല അത്, അല്ലെങ്കിൽ അയാളുടെ സമ്മതത്തോടെ, അല്ലെങ്കിൽ അയാളുടെ ഒരു കൺസേണിലല്ല അത് നഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അയാൾക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ അതിനെ പ്രോപ്പർലി കെയർ ചെയ്യേണ്ടതുള്ളത് ആസ് എ ബെയിലി ദ ഫൈൻഡർ ഓഫ് ഗുഡ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ ഹി മസ്റ്റ് നോട്ട് യൂസ് ദ ഗുഡ്സ് ഫോർ ഹിസ് ഓൺ പർപ്പസ്. ഒരു ഫൈൻഡർ ഓഫ് ഗുഡിന് ആ ഗുഡ്സ് അയാളുടെ ഇഷ്ടപ്രകാരം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിനൊരു ട്രൂ ഓണർ ഉണ്ട് അല്ലേ. അതുകൊണ്ട് അത് ഉപയോഗിക്കാനുള്ള റൈറ്റ് നമ്മളുടെ ഫൈൻഡർ ഓഫ് ഗുഡ്സിനില്ല. അതുപോലെ ഒരു ബെയിലിയുടെ പോലെ തന്നെ മിക്സ് ചെയ്യാൻ, അയാളുടെ ഗുഡ്സും ഓണറിൻ്റെ ഗുഡ്സും കൂടെ മിക്സ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പിന്നെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ട്രൂ ഓണറിനെ കണ്ടുപിടിക്കാൻ അയാൾ നോക്കിയിരിക്കണം. ഓക്കെ. എങ്ങനെയെങ്കിലും ഇഫ് ഹി ഡസ് നോട്ട് ഡു ദാറ്റ് ഹി വിൽ ബി ലയബിൾ ആസ് എ ട്രെസ്പാസർ. അയാൾ കണ്ടുപിടിക്കാൻ ഒട്ടും കെയർ നോക്കാതെയാണ് അതെടുത്ത് വിൽക്കുന്നത് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അയാൾ ഒരു ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്നുള്ള പ്രിവിലേജ് ഒന്നും കിട്ടത്തില്ല. ഹി വിൽ ബി ഓൾവേസ് എ ട്രെസ്പാസർ. ആ സാധനം മോഷ്ടിച്ച കണക്ക് തന്നെയായിരിക്കും ഒരു ഫൈൻഡർ ഓഫ് ഗുഡിനെ കണക്കാക്കുന്നത്. ഓക്കെ. സോ ദീസ് ആർ ദ ലയബിലിറ്റീസ്. അപ്പോൾ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന കൺസെപ്റ്റ് എന്ന് പറയുന്ന ബെയിൽമെൻറ്റിൻ്റെ ഒരു ടൈപ്പാണ്. പക്ഷേ ബെയിൽമെൻറ്റിൽ നമ്മൾ പറയുന്ന ഒരു കോൺട്രാക്റ്റ്, ബെയിലറും ബെയിലിയും തമ്മിലൊരു ഇംപ്ലൈഡ് ഓർ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഇല്ലാതെ ഉണ്ടായി വരുന്ന ഒരു ബെയിൽമെൻറ്റ് കൺസെപ്റ്റാണ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഇതിൽ ദ പേഴ്സൺ ഹു ഫൈൻഡ്സ് ദ ഗുഡ്സ് ഓഫ് അനദർ പേഴ്സൺ ഈസ് ഹാവിങ് ദ റൈറ്റ് ടു കീപ് ഇറ്റ് സേഫ് അണ്ടിൽ ഫൈൻഡിങ് ഇസ് ഓണറിനെ കണ്ടുപിടിക്കുന്ന വരെ അയാളുടെ കയ്യിൽ വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. അതിൽ പല റൈറ്റ്സ് പറഞ്ഞാൽ റൈറ്റ് ഓഫ് ലീൻ ആസ് എ ബെയിലർ, ദ റൈറ്റ് ടു സീ ഫോർ ദ റിവാർഡ്, റൈറ്റ് ഓഫ് സെയിൽ ഇഫ് ഹി കാൻ ഫൈൻഡ് ദ ഓണർ, ഇഫ് ദ ഗുഡ് ഇസ് ഓഫ് പെരിഷബിൾ നേച്ചർ, ഓർ ഇഫ് ദ ഗുഡ്സ് ചാർജ് അല്ലെങ്കിൽ ലോഫുൾ ചാർജസ് 2/3 ഓഫ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഗുഡ്സ്. ദെൻ ദ റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസിഷൻ. ആ പൊസിഷൻ ട്രൂ ഓണറിനെ കണ്ടുപിടിക്കുന്നവരെ കൈവയ്ക്കാനുള്ള അവകാശവും ഒരു ഫൈൻഡർ ഓഫ് ഗുഡ്സിനായിരിക്കും. പിന്നെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അയാളുടെ ഇഷ്ടപ്രകാരം അത് ഉപയോഗിക്കാൻ പാടില്ല, അയാളുടെ ഗുഡ്സുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ട്രൂ ഓണറിനെ എങ്ങനെയും കണ്ടുപിടിക്കാൻ നോക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയിട്ടില്ലെങ്കിൽ അയാൾ എപ്പോഴും ഒരു ട്രെസ്പാസർ തന്നെയാണ്. പിന്നെ എപ്പോഴും അതിന് കെയർ ചെയ്യാൻ നോക്കുക, ആ കിട്ടിയിരിക്കുന്ന ഗുഡ്സിന് പ്രോപ്പർ കെയറും കൊടുക്കുക. സോ ദീസ് ആർ ദി ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഓക്കെ. അപ്പോൾ ബെയിൽമെൻറ്റ് പറഞ്ഞു, ബെയിൽമെൻറ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന കൺസെപ്റ്റ് പറഞ്ഞു. ഇനി ഒരു ബെയിൽമെൻറ്റ് എങ്ങനെയാണ് ടെർമിനേറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ടെർമിനേഷൻ ഓഫ് ബെയിൽമെൻറ്റ്. സോ കോൺട്രാക്റ്റ് ആണ് ബെയിൽമെൻറ്റ് അല്ലേ. അപ്പോൾ പല രീതിയിൽ ഇത് ടെർമിനേറ്റ് ചെയ്യാം. എങ്ങനെയൊക്കെ? ആ പീരീഡ് എൻഡ് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് പീരീഡിലേക്കായിരിക്കും നമ്മൾ ബെയിൽമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. 1 മാസമെന്നോ 2 മാസമെന്നോ 1 വർഷമെന്നോ. അപ്പോൾ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബെയിൽമെൻറ്റ് ഗെറ്റ് ടെർമിനേറ്റഡ്. ദെൻ ഓൺ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ഒരു ഗുഡ് കിട്ടുന്ന വരെ ആയിരിക്കും ചിലപ്പോൾ ഒരു ബെയിൽമെൻ്റ് ഉള്ളത്. ഓക്കെ. ആ ഗുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബെയിൽമെൻറ്റ് അതോടെ എൻഡ് ആവും. അപ്പോൾ ടെർമിനേഷൻ ഓഫ് ബെയിൽമെൻറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺ ദി അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൾസോ. ദെൻ ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ദി ഗുഡ്സ്.
അപ്പം നമ്മൾ ഒരു കാര്യം ഓരോ പർപ്പസ് വേണം ഒരു ബെയിൽമെൻറ്റ് വരണമെങ്കിൽ, അല്ലെ, ഒരു കൺസിഡറബിൾ പർപ്പസ് വേണം. ഈ പറഞ്ഞ പർപ്പസ് അല്ലാതെ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗുഡ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു ഹോഴ്സിനെ റൈഡ് ചെയ്യാൻ കൊടുത്തു, പക്ഷേ അതിന് പകരം അയാൾ അതിന് ലോഡ് എടുക്കാൻ ഉപയോഗിച്ചെങ്കിൽ ദർ ഇസ് ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ദ ഗുഡ്സ്. ഇൻ ദാറ്റ് കേസ് ഓൾസോ വി ക്യാൻ ടെർമിനേറ്റ് ദ ബെയിൽമെൻറ്റ്. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. ആ സബ്ജക്റ്റ് മാറ്റർ നശിച്ചു പോവുകയാണ്. ഒരു ഫയർ ആക്സിഡൻറ്റിൽ ഒരു അയാളുടെ സബ്ജക്റ്റ് മാറ്റർ നഷ്ടപ്പെട്ടു, അങ്ങനെ, അല്ലെങ്കിൽ ഒരു റോബറിയിൽ നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള കേസിലെല്ലാം ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്ററാണ്. അങ്ങനെയാണെങ്കിലും ബെയിൽമെൻറ്റ് ടെർമിനേറ്റഡ് ആവും. പിന്നെ ബെയിലറോ ബെയിലിയോ മരിച്ചാൽ അവരുടെ മരണവും കൊണ്ടും ഒരു ബെയിൽമെൻറ്റ് എൻഡ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഇസ് എ കോൺട്രാക്ട്, ദ ടു പാർട്ടി ഷുഡ് ബി ദർ. ഇപ്പോൾ ഇതിൽ ഒരു പാർട്ടിയെങ്കിലും മരിക്കുകയാണെങ്കിലും ബെയിൽമെൻറ്റ് എൻഡ് ചെയ്യും. അപ്പോൾ ടെർമിനേഷൻ ഓഫ് ബെയിൽമെൻറ്റ് പല കേസിലാണ്. ഒന്നെങ്കിൽ ആ പീരീഡ് എൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് മാറ്റർ നശിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് മാറ്റർ കിട്ടി കഴിയുമ്പോൾ, അച്ചീവ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണെങ്കിൽ, ദെൻ ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ദ ഗുഡ്സ്, പറഞ്ഞിരിക്കുന്ന പർപ്പസിനേക്കാളും വേറൊരു പർപ്പസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ ബെയിലർ ഓഫ് എ ബെയിലി. ഇൻ ഓൾ ദീസ് കേസസ് ദ ടെർമിനേഷൻ ഓഫ് ബെയിൽമെൻറ്റ് വിൽ ഓക്കെ. അപ്പോൾ ബെയിൽമെൻറ്റ് എന്ന കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞു, അല്ലേ. ബെയിൽമെൻറ്റ് എന്താണ് പറഞ്ഞു, പിന്നെ ഫൈൻഡർ ഓഫ് ഗുഡ്സും പറഞ്ഞു, എങ്ങനെ ടെർമിനേറ്റ് ചെയ്യുക, ടൈപ്സ് ഓഫ് ബെയിൽമെൻറ്റ് എക്സെട്ര. ഓക്കെ. അപ്പോൾ ഇനി ബെയിൽമെൻറ്റിൻ്റെ നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബെയിൽമെൻറ്റ് ആണ് പ്ലെഡ്ജ്. ഓക്കെ, പ്ലെഡ്ജാണ്. സോ ബെയിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു കോൺട്രാക്റ്റ് വന്ന് ഒരു കാര്യങ്ങൾക്ക് വേണ്ടി, എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതിനെയാണ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് എ സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ് ഓർ എ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് ആണെങ്കിൽ അതിനെ പ്ലെഡ്ജ് എന്ന് പറയും. ഓക്കെ. ഇപ്പം നമുക്കൊരു കടമുണ്ട്. ഇപ്പോൾ ലീനിൽ നമ്മൾ പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ലേ, ഒരു കടത്തിനുള്ളൊരു സെക്യൂരിറ്റി ആയിട്ട് നമ്മളൊരു സാധനം വെക്കുകയാണ്, അതിനെ നമ്മൾ പ്ലെഡ്ജ് എന്ന് പറയും. ഇപ്പോൾ ഗോൾഡൊക്കെ പ്ലെഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ലാൻഡ് പ്ലെഡ്ജ് ചെയ്യുക, വീട് പ്ലെഡ്ജ് ചെയ്യുക എന്നെല്ലാം നമ്മൾ കേൾക്കും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു അതിന് എഗെയിൻസ്റ്റ് ഒരു വലിയ എമൗണ്ട് എടുത്തിട്ട് ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ വെച്ച് കൊടുക്കും. കടമെടുക്കുന്നത് നമ്മൾ ബാങ്കുകളിലൊക്കെ ലോൺ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യും. അഗ്രികൾച്ചർ ലോണിന് വേണ്ടിയിട്ടൊക്കെ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷനിൽ അത്രയും പ്ലെഡ്ജിങ് ആവശ്യം വരുന്നില്ല, ഒരു കൺസ്ട്രക്ഷൻ ലോണിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വേറൊരു എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ പ്ലെഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഡെപ്റ്റ് എപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നു അപ്പോൾ മാത്രമേ നമ്മുടെ ആ പ്രോപ്പർട്ടി നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു പീരീഡ് കഴിയുമ്പോൾ ആ ഒരു ബാങ്ക് തന്നെ, അല്ലെങ്കിൽ ആ ഒരു NBFC തന്നെ എടുക്കുന്നു. ഓക്കെ, അതിനെയാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്ലെഡ്ജ് കൺസെപ്റ്റിലും രണ്ടാൾക്കാരുണ്ട്, ബെയിലർ ബെയിലിയെ പോലെ തന്നെ. അവർ പക്ഷെ പറയുന്നത് വേറെ രണ്ട് ടേംസിലാണ്. ബെയിലർ എന്ന് പറഞ്ഞാൽ ആ ഒരു പൈസ എടുത്ത് വേറൊരു സാധനം വെക്കുന്നില്ലേ, ഒരു ഡെപ്റ്റ് വെക്കുന്ന ആൾ, അയാളെ നമ്മൾ ബെയിലർ എന്ന് പറയും, അല്ലെങ്കിൽ ദ പ്ലെഡ്ജർ എന്ന് പറയും. ബെയിലറിനെ ഇവിടെ പ്ലെഡ്ജ് ചെയ്യുന്ന ബെയിലറിനെ പറയുന്നത് പ്ലെഡ്ജർ എന്നാണ്. ആൻഡ് ദ ബെയിലി കൺസെപ്റ്റിൽ വരുന്ന ആളെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, പോണി എന്നാണ്. പ്ലെഡ്ജർ അല്ലെങ്കിൽ പോണർ എന്ന് പറയും. ബെയിലിയിലാണെങ്കിൽ പ്ലെഡ്ജി ഓർ പോണി എന്ന് പറയും. ഓക്കെ, ബെയിലർ, പ്ലെഡ്ജർ, പോണർ, ബെയിലി, പ്ലെഡ്ജി, പോണി. ഓക്കെ. So in other words, the pledge can be referred as a bailment for security. ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗുഡ്സിനെ ലീൻ വെക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവകാശം വെക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് A borrows 5,000 from B and gives her a gold chain as security for the payment of the debt, the bailment is called pledge. ഇപ്പോൾ എനിക്കൊരു 5,000 രൂപ ഒരാൾ തന്നു, പക്ഷേ അതിന് പകരം ഞാൻ എൻ്റെ ഗോൾഡ് നെക്ലേസ് അയാളുടെ കയ്യിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ 5,000 രൂപ തിരിച്ചു കൊടുക്കുന്നു അപ്പോഴേ ആ ഗോൾഡ് എനിക്ക് തിരിച്ചു തരേണ്ടുള്ളൂ. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഞാൻ അതിന് എഗെയിൻസ്റ്റ് വെക്കുന്നു, 5,000-ന് എഗെയിൻസ്റ്റാണ് ഞാൻ ഗോൾഡ് ചെയിൻ വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കേസിനാണ് അതിനെ പ്ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഒരു ബെയിൽമെൻറ്റും അതുപോലെ പ്ലെഡ്ജും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ഒന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം, ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കണം. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ എല്ലാവരുടെ കയ്യിൽ, അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം. ഫസ്റ്റ്, ബെയിൽമെൻറ്റ് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ബെയിൽമെൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിന് യൂസിന് വേണ്ടിയിട്ടാവാം, ഒരു ഉപയോഗത്തിന്. ഇപ്പോൾ ഹയറിലൊക്കെ നമ്മൾ സാധനം എടുക്കുന്നത് എന്തിനാണ്, അതിൻ്റെ ഒരു യൂസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി പ്ലെഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കാം. ഇപ്പം അഗ്രികൾച്ചർ ലോൺ എടുക്കുന്നത് ഗോൾഡ് വെച്ചിട്ടാണെങ്കിൽ അഗ്രികൾച്ചർ എന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലേ. അപ്പം അങ്ങനെ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ പ്ലെഡ്ജ് എന്ന് പറയും. പിന്നെ ഒരു ബെയിലിക്ക് ഒരിക്കലും ആ ഗുഡ്സ് സെല്ല് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നില്ല. എത്രയായാലും നമ്മൾ ഫൈൻഡർ ഓഫ് ഗുഡ്സിന് മാത്രം കുറച്ച് സെല്ല് ചെയ്യുന്ന റൈറ്റ് പറഞ്ഞുള്ളൂ. അല്ലാതെ നോർമൽ ബെയിലിക്ക് ഒരിക്കലും ഒരു ഗുഡിന് സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പക്ഷേ പ്ലെഡ്ജറിന് വേണമെങ്കിൽ ആ ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് വിൽക്കാം.
എപ്പോൾ ആ ഓണർ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ആ കാശ് തിരിച്ചടച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഗോൾഡൊക്കെ നമ്മൾ പ്ലെഡ്ജ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടൈം പീരീഡിലേക്കായിരിക്കും നമ്മൾ പ്ലെഡ്ജ് ചെയ്യുന്നത്. ആ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ആ ഗോൾഡ് തിരിച്ചെടുത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ബാങ്കോ അല്ലെങ്കിൽ എങ്ങനെയുള്ള NBFCs എല്ലാം അത് വിറ്റിട്ട് അവരതിൽ നിന്ന് പൈസ എടുക്കും അല്ലേ. അപ്പോൾ ഒരു പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെ മേലെ സെല്ല് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നുണ്ട് ഒരു പോണിക്ക്. ഓക്കെ, ദെൻ റൈറ്റ് ടു യൂസ് ദ ഗുഡ്സ്. ബെയിൽമെൻറ്റിൽ യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പക്ഷേ പ്ലെഡ്ജറിന് ഒരിക്കലും യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ ബെയിൽമെൻറ്റിലാണെങ്കിൽ ആ സാധനം യൂസ് ചെയ്യാം, പക്ഷേ പ്രോപ്പറി പറഞ്ഞിരിക്കുന്ന ആ ഒരു യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു ഗോൾഡ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡ് വെച്ചിട്ട് ഞാനൊരു 5000 രൂപ എടുത്തു. ആ ഗോൾഡ് അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതവിടെ തന്നെ വെച്ചിരിക്കണം. എത്ര നാൾ വരെ, ഞാൻ എത്ര പീരീഡിലേക്കാണോ വെച്ചിരിക്കുന്നത് അത്രയും നാളവിടെ വെക്കണം. അതിന് ശേഷം വിൽക്കാം, പക്ഷെ അതൊരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു വീടൊക്കെ പണയം വയ്ക്കും. വീടൊക്കെ പണയം വയ്ക്കുമ്പോൾ എന്താ, ആ വീട്ടിൽ തന്നെ ആയിരിക്കും ആ ഓണർ താമസിക്കുന്നത്. പക്ഷേ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ മാത്രമേ ഈ ഒരു ബാങ്കിനോ അല്ലെങ്കിൽ MBSCക്കോ അത് വിൽക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ അതിൻ്റെ അവകാശം ആരുടെ കയ്യിലായിരിക്കും? ഓണറിന് തന്നെയായിരിക്കും. ദാറ്റ് ആർ ദ 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ബെയിൽമെൻറ്റ് ആൻഡ് ദ പ്ലെഡ്ജ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. ദ പർപ്പസ് ഡിഫേഴ്സ്. ദെൻ സെല്ല് ചെയ്യാൻ, എന്താണ് സെല്ല് ചെയ്യാൻ പറ്റുന്നത്? ബെയിൽമെൻറ്റിൽ നമുക്ക് വിൽക്കാൻ ഉള്ള റൈറ്റ് ഇല്ല, പക്ഷേ പ്ലെഡ്ജിൽ വിൽക്കാനുള്ള റൈറ്റ് ഉണ്ട് ആഫ്റ്റർ ദ പീരീഡ്. എന്നാൽ ബെയിൽമെൻറ്റിന് നമുക്ക് ആ ഗുഡ്സ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പക്ഷേ പ്ലെഡ്ജിൽ അതൊരിക്കലും യൂസ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ദ പ്ലെഡ്ജ്. അപ്പോൾ പ്ലെഡ്ജ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബെയിൽമെൻ്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി സെഡ് ടു ബി എ ബെയിൽമെൻറ്റ് ഫോർ സെക്യൂരിറ്റി. ഒരു സാധനം വെച്ചിട്ട് നമ്മൾ പൈസ എടുക്കുന്നു, ആ ഒരു കൺസെപ്റ്റ്. ഗോൾഡ് വെക്കുന്ന അല്ലെങ്കിൽ വീട് പണയം വെക്കുന്നതൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ എന്തൊക്കെ റൈറ്റ് ആണ് ഒരു പോണിക്ക് ഉണ്ടാവുന്നത്? So the first right is the right of retainer. That is, the pony can exercise the lien of the goods pledge not only for payment of debt or performance of a promise, but for interest and all other necessary expense in connection to the prevention of the goods pledge. ഇപ്പോൾ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ ഒരു ഗുഡ്സിൻ്റെ മേലെ എക്സസൈസ് ചെയ്യാം. മറ്റേ ഒരു ബെയിലിക്കുള്ള അതേ റൈറ്റ്. ബെയിലിക്ക് എന്താ, അത് തൻ്റെ കയ്യിൽ തന്നെ വെക്കാനുള്ള അവകാശമുണ്ട്, റീറ്റെയിൻ ചെയ്യാനുള്ള അവകാശമുണ്ടല്ലേ, ആ ഡെപ്റ്റ് തിരിച്ചു കിട്ടുന്നവരെ. അപ്പോൾ ഡെപ്റ്റ് തിരിച്ചു കൊടുത്താൽ ബെയിലി തിരിച്ചു അല്ലെങ്കിൽ പോണി തിരിച്ചു കൊടുക്കണം ആ ഒരു പ്രോപ്പർട്ടി. അതർവൈസ് ഹി ക്യാൻ ഹാവ് ദ റൈറ്റ് ടു റീറ്റെയിൻ ദാറ്റ് സെക്യൂരിറ്റി. ദെൻ ദ റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ്. പോണിക്ക് എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പം ഒരു ഗുഡിനെ ഇങ്ങനെ വെച്ചു, പക്ഷേ അതിന് എക്സ്ട്രാ എന്തെങ്കിലും കോസ്റ്റ്, അത് പ്രിസർവ് ചെയ്യാനുള്ള കോസ്റ്റ് ഉണ്ടായി. അപ്പോൾ ആ ഒരു കോസ്റ്റും നമുക്ക് ആരിൽ നിന്ന് ചോദിക്കാം? ദ പ്ലെഡ്ജർ അല്ലെങ്കിൽ പോണറിനോട് ചോദിച്ച് പോണിക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ പോണി എന്ന കൺസെപ്റ്റ് നിങ്ങൾ ഓർക്കുക. അപ്പോൾ പോണർ വെച്ചിരിക്കുന്ന ഗുഡ്സിൻ്റെ മേലെ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ചാർജ് വരുന്നുണ്ട് ഒരു പോണിക്കെങ്കിൽ, ദ പോണി ക്യാൻ ക്ലെയിം ദാറ്റ് എമൗണ്ട് ഫ്രം ദ പോണർ. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് ദ റൈറ്റ് ടു റീറ്റെയിനർ ഫോർ subsequent advances also. That is, when the pony lends money to the same pawners after the date of the pledge, it is presumed that the right of the retainer over the pledge extends to the subsequent advances also. ഇപ്പം ഞാനൊരു 10,000 രൂപ വാങ്ങിയിട്ട് ഒരു ഗോൾഡ് സാധനം വെച്ചു. അതിനുശേഷം ഞാൻ അതേ സാധനം പിന്നെയും വെച്ചു, ഒരു 6 മാസത്തേക്ക് വെച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ അത് തിരിച്ചെടുക്കുന്നതിന് പകരം പിന്നെയും കുറച്ചുകൂടെ പൈസ വാങ്ങുന്നതിനനുസരിച്ച് അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ഓക്കെ, അപ്പം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് അനുസരിച്ചും അവിടെ സബ്സിക്വൻറ്റ് അഡ്വാൻസിനനുസരിച്ചും റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി വരും. അതാണ് വേറൊരു റൈറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ദ റൈറ്റ് വേർ ദ പോണർ മേക്ക് ഡീഫോൾട്ട്. ഇനി പോണർ എന്തെങ്കിലും ഡീഫോൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് വേർ ദ പോണർ ഓഫ് എ ഗുഡ് മേക്സ് ഡീഫോൾട്ട് ഇൻ ദ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് ഓഫ് ദ പേയ്മെൻറ്റ് ഓഫ് ദ ഡെപ്റ്റ് അറ്റ് ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം, the pony can file a case against the pawners upon the debt. ഇപ്പോൾ ഒരു കൊലാട്രൽ സെക്യൂരിറ്റി പോലെയാണല്ലോ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇയാൾ കറക്റ്റ് സമയത്തൊന്നും പൈസ അടയ്ക്കുന്നില്ല. ഇപ്പോൾ പലിശ അടയ്ക്കുന്നുണ്ടാവും എല്ലാവരും അല്ലേ. നമ്മൾ ഒരു പ്ലെഡ്ജ് വെക്കുന്ന സാധനത്തിന് പലിശ അടയ്ക്കുക. അപ്പോൾ പലിശ അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി റീസണബിൾ ഒരു നോട്ടീസ് പീരീഡ് പോണർക്ക് കൊടുത്തിട്ട് വേണം വിൽക്കാനുള്ള റൈറ്റ് ഉണ്ട് ഒരു പോണിക്ക്. ആൻഡ് ഓൾസോ ദ പോണി ക്യാൻ റിക്കവർ ഫ്രം ദ പോണർ എനി ഡെഫിഷ്യൻസി അറൈസിങ് ഓൺ ദ സെയിൽ ഓൺ ഡീഫോൾട്ട്. ഇനി അയാൾ വിറ്റ് കഴിയുമ്പോൾ അയാൾക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചോദിക്കാനുള്ള റൈറ്റും ഉണ്ട് ഒരു പോണറിൻ്റെ അടുത്ത്. ഓക്കെ, സോ ദീസ് ആർ ദ റൈറ്റ്സ് ദാറ്റ് എ പോണി ഹാസ് വേർ ദ പോണർ മേക്സ് എ ഡീഫോൾട്ട്. അപ്പോൾ പല റൈറ്റ്സ് ആണ് ഒരു പോണിക്കുള്ളത്. ദ റൈറ്റ് ഓഫ് റീറ്റെയിനിങ് ദ പ്രോപ്പർട്ടി, ദ റൈറ്റ് ഫോർ ദ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഇൻക്വയർഡ് ബൈ ദ പോണി,
the right to retain for subsequent advances the rights where pawnee makes default. So they can suit case against the pawnee, they can sell the goods after giving a reasonable notice to the pawnee, and also the pawnee can recover the extra amount from the pawnee if there is any default in the sale of goods. So these are the major rights of a pawnee. Okay, അപ്പോൾ ഇതോടെ നമ്മുടെ പോണർ പോണി എന്ന കൺസെപ്റ്റ് കഴിഞ്ഞു. ഇനിയുള്ളതാണ് ദ പ്ലെഡ്ജ് ബൈ നോൺ ഓണേഴ്സ്. നോൺ ഓണേഴ്സിൻ്റെ പ്ലെഡ്ജ്. സോ only an owner of a property or a commodity can affect a valid pledge, അല്ലേ? ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗോൾഡിനെ എനിക്ക് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ നോർമൽ കേസിൽ. പക്ഷേ ചില എക്സെപ്ഷൻ സിറ്റുവേഷൻസ് ഉണ്ട് ഇൻ വിച്ച് എ നോൺ ഓണർ ക്യാൻ ഓൾസോ എഫക്റ്റ് എ പ്ലെഡ്ജ്, വാലിഡ് പ്ലെഡ്ജ്. നോണർ എൻ്റെ ഗോൾഡ് അല്ലാതെ വേറൊരാളുടെ ഗോൾഡ് എനിക്ക് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊരു ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ദ പ്ലെഡ്ജ് ബൈ ദ നോൺ ഓണേഴ്സ്. നോർമലി പ്ലെഡ്ജ് വിൽ ബി ഓൾവേസ് ഡൺ ബൈ ദി ഓണർ ഓഫ് ദി property itself. In some case it can be done by the non-owners. The first one is the pledge by a mercantile agent. The mercantile agent എന്ന് പറയുന്നത് ആരായിരിക്കും? A person who in possession of goods or documents of title of goods with the consent of the owner can make a valid pledge while acting in the ordinary course of business as if he were expressly authorized by the owner to make the same. ഇപ്പോൾ ഒരു ഓണർ ഒരു മെർച്ചൻറ്റൈൽ ഏജൻറ്റിൻ്റെ അടുത്ത് വേറൊരാൾക്ക് ഇതിനുള്ള റൈറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ അറ്റോർണി, പവർ ഓഫ് അറ്റോർണി എന്നൊക്കെ കേൾക്കാറില്ലേ? പവർ ഓഫ് അറ്റോർണി എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഫുൾ കാര്യങ്ങൾ നോക്കാൻ വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുക, അയാൾക്ക് അതിനുള്ള പൊസഷൻ റൈറ്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ടൈറ്റിൽ റൈറ്റ്സ് കൊടുക്കുക ഡോക്യുമെൻറ്റ്സിന്. അങ്ങനെ കൊടുക്കുന്ന ഒരാൾക്ക് പ്ലെഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. But the pledge is valid only if the pawnee acts in good faith and has not at the time of pledge noticed that the pawnee has no authority to pledge. പക്ഷേ ഈ ഒരു പോണി അതിനനുസരിച്ച് ഗുഡ് ഫെയ്ത്തിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ലോ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഒരു മെർക്കൻറ്റൈൽ ഏജൻറ്റിന് വേണമെങ്കിൽ പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. ഹി ക്യാൻ ബി എ നോൺ ഓണർ. ഇനി എന്തൊക്കെ കണ്ടീഷനിലാണ് ഈ ഒരു പ്ലെഡ്ജ് വാലിഡ് ആവുന്നത്? ഒരു മെർക്കൻറ്റൈൽ ഒരു ഏജൻറ്റിൻ്റെ കേസിലാണെങ്കിൽ അയാൾക്ക് ഈ ഗുഡിൻ്റെ പൊസിഷനോ അല്ലെങ്കിൽ ഈ ഗുഡ്സിൻ്റെ ടൈറ്റിലിൻ്റെ ഡോക്യുമെൻറ്റ്സോ അയാളുടെ പേരിലായിരിക്കണം. പിന്നെ ഓണറിൻ്റെ സമ്മതത്തോടെ ആയിരിക്കണം ഈ ഒരു പ്രോപ്പർട്ടിയുടെ പൊസിഷൻ അയാളുടെ കയ്യിലുണ്ടാവേണ്ടത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ പോണി കറക്റ്റ് ഗുഡ് ഫെയ്ത്തിൽ ആണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോണറിന് അതോറിറ്റി ഇല്ല എന്നൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ മാത്രമായിരിക്കും ഒരു മെർക്കൻറ്റൈൽ ഏജൻറ്റിൻ്റെ പ്ലെഡ്ജ് നമ്മൾ ഏൽക്കുക. ഇപ്പോൾ ചില നോൺ ഓണേഴ്സിനെ എങ്ങനെ പ്ലെഡ്ജ് ചെയ്യാം എന്ന കൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഇങ്ങനെ പ്ലെഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കാറ്റഗറി ഓഫ് പേഴ്സൺസ് ആണ് എ മെർക്കൻറ്റൈൽ ഏജൻറ്റ്. മെർക്കൻറ്റൈൽ ഏജൻറ്റിന് ഒന്നെങ്കിൽ ആ ഗുഡ്സിൻ്റെ പൊസിഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഗുഡ്സിൻ്റെ ടൈറ്റിൽ അയാളുടെ പേരിലാക്കിയിരിക്കണം വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ ഓണർ. ഇങ്ങനെയുള്ള കേസിൽ മാത്രമായിരിക്കും ഒരു വാലിഡ് പ്ലെഡ്ജ് ഉണ്ടാവുന്നത്. അതിൻ്റെ കണ്ടീഷൻസ് ആണ് പറഞ്ഞാൽ അയാളുടെ സമ്മതത്തോടെ, അതുപോലെ അയാൾക്ക് പൊസിഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി വേറൊരാൾ അല്ലെങ്കിൽ ഒരു നോൺ ഓണർ പ്ലെഡ്ജ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പേഴ്സൺ ആണ് എ പേഴ്സൺ അണ്ടർ പൊസിഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. ഒരു വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ ഒരാൾക്ക് നമുക്ക് പൊസിഷൻ കൊടുത്ത് നമ്മുടെ ഗുഡ്സിൻ്റെ തൽക്കാലമുള്ള പൊസിഷൻ ഒരാളുടെ കയ്യിലാണെങ്കിൽ ഹീ ക്യാൻ പ്ലെഡ്ജ് ദാറ്റ്. Okay, so where a person obtained possession of goods under a voidable contract, the pledge created by him is also a valid if the contract has not been rescinded before the pledge of contract. ഈ പ്ലെഡ്ജ് കോൺട്രാക്റ്റിന് മുന്നേ എൻഡ് ചെയ്യുന്ന ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആവരുത്. അപ്പം ഞാൻ ഒരു 6 മാസത്തേക്കാണ് എൻ്റെ ഗുഡ്സിൻ്റെ പൊസഷൻ വേറൊരാളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. അയാൾ ഈ 6 മാസത്തിനുള്ളിൽ ആ ഒരു ഗുഡ്സിനെ എടുത്ത് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. 6 മാസത്തേക്കാളും കൂടുതൽ അത് പ്ലെഡ്ജ് എമൗണ്ട് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. 8 മാസത്തേക്ക് പ്ലെഡ്ജ് ചെയ്യാൻ നോക്കിയാൽ അത് നടക്കത്തില്ല. ഓക്കെ, എന്നാൽ അതിൻ്റെ പൊസിഷൻ അയാളുടെ കയ്യിലാണ് എങ്കിൽ ഇറ്റ് ക്യാൻ ബി or he can pledge the property. That is a second person. അപ്പോൾ ഒരു വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ ഒരാളുടെ കയ്യിൽ നമ്മുടെ ഗുഡ്സിൻ്റെ പൊസിഷൻ ഉണ്ടെങ്കിൽ he can also keep that goods for pledging. Then third is the pawnee has only limited interest. Pledge where a pawnee has only limited interest. That is, where a person pledges goods in which he has only limited interest, the pledge is valid to the extent of that interest. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. A finds a mobile phone on a street and spends 200 on its repair. He pledges it with B for 500. The pledge is valid only for 200 rupees. അതെന്താ, ഇയാൾ എന്ന് പറഞ്ഞ ആൾക്ക് മൊബൈൽ ഫോൺ കിട്ടിയത്
സ്ട്രീറ്റിൽ നിന്നാണ്. അയാൾ അതിൻ്റെ മേലെ ആകെ ചിലവാക്കിയിരിക്കുന്ന 200 രൂപയുള്ളൂ. അപ്പോൾ അയാൾക്ക് വേറൊരാളുടെ അടുത്ത് നിന്ന് 500 രൂപ ക്ലെയിം ഒരിക്കലും അല്ലെങ്കിൽ പ്ലെഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അയാൾക്കത് ലോസ്റ്റ് ഗുഡല്ലേ. അയാൾ ജസ്റ്റ് ചിലവാക്കി 200 രൂപയുള്ളൂ. അപ്പോൾ 200 രൂപ അയാൾക്ക് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് ഇൻട്രസ്റ്റേ ഉള്ളൂ. ഫുൾ എമൗണ്ട് അയാളുടെ അല്ലെങ്കിൽ ഫുൾ പ്രോപ്പർട്ടി അയാളുടെ അല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ എത്രത്തോളം ചിലവ് ചെയ്തു ആ ഒരു എമൗണ്ട് മാത്രമേ അയാൾക്ക് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ട്രൂ ഓണർ എപ്പോഴും 200 രൂപ മാത്രം കൊടുത്താൽ മതി, അല്ലാതെ മൊബൈൽ ഫോണിൻ്റെ പൈസ അയാൾ കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. അതാണ് ഓണർ ഹാസ് എ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് എന്ന കേസിൽ പ്ലെഡ്ജ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ കളഞ്ഞു കിട്ടിയ സാധനത്തിനാണെങ്കിൽ അയാൾ എത്ര രൂപ അതിൻ്റെ മേലെ ചിലവാക്കി അത് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ട്രൂ ഓണറിൻ്റെ അടുത്ത് ആ ഒരു പ്രോപ്പർട്ടിയുടെ വില അയാൾക്ക് ഒരിക്കലും പ്ലെഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ പ്ലെഡ്ജ് ബൈ കോ ഓണർ ഇൻ പൊസിഷൻ. ഇപ്പോൾ ഒരു ഗുഡ്സിന് തന്നെ ജോയിൻ്റ് ഓണേഴ്സ് ഉണ്ടെന്ന് വെച്ചു, 2-3 ഓണേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോ ഓണേഴ്സിന് ആ ഒരു മറ്റേ കൂടെയുള്ള ഓണേഴ്സിൻ്റെ സമ്മതത്തോടെ പ്ലെഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി, ഇപ്പോൾ വീടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1-2 പേരുടെയൊക്കെ പേരിലായിരിക്കും, അല്ലെങ്കിൽ 1-2 പേര് അതിന് അവകാശികളുണ്ടാവും. അപ്പം ബാക്കിയുള്ളവരുടെ സമ്മതത്തോടെ ഒരാൾക്ക് വേണമെങ്കിൽ ആ ഒരു വീടിനെ പണയത്തിന് വെക്കാൻ പറ്റും. ബാക്കിയുള്ളവരുടെ സമ്മതം വേണമെന്നേ ഉള്ളൂ. അപ്പോൾ കോ ഓണേഴ്സിന് പ്ലെഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ പ്ലെഡ്ജ് ബൈ സെല്ലർ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ. ദാറ്റ് ഈസ് എ സെല്ലർ ഹൂ ഈസ് ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഈവൻ ആഫ്റ്റർ ദ സെയിൽ ഇഫ് makes the pledges valid provided the pawnee act in good faith and has no notice of sale. ഇപ്പോൾ ഒരു വിറ്റ് കഴിഞ്ഞൊരു സാധനം പക്ഷേ അതിൻ്റെ പൊസഷൻ ഇതുവരെ നമ്മളുടെ കയ്യിലാണെങ്കിൽ നമുക്കും വേണമെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെ പ്ലെഡ്ജ് ചെയ്യാം. ടിൽ ഇറ്റ് റിമെയിൻസ് വിത്തിൻ മീ. എൻ്റെ കയ്യിലിരിക്കുന്നത്രോളം കാലം എനിക്കതിനെ പ്ലെഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ പ്ലെഡ്ജ് ബൈ ദ ബയർ ഇൻ പൊസഷൻ ബിഫോർ സെയിൽ. അതുപോലെ ബയ്യറിനും ഒരു പൊസഷനുണ്ട്. ദാറ്റ് ഈസ് എ ബയ്യർ ഇൻ പൊസഷൻ ഓഫ് എ ഗുഡ്സ് ബിഫോർ സെയിൽ ഇഫ് മേക്സ് എ പ്ലെഡ്ജ് ഇസ് വാലിഡ് പ്രൊവൈഡ് ദ പോണി ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇപ്പോൾ ബയ്യർ സെയിലിന് മുന്നേ വാങ്ങാൻ പോകുന്ന ആൾ പൈസ കൊടുത്തിട്ടില്ല, പക്ഷേ അയാളുടെ പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലും ഐ എം എ ബയ്യർ അല്ലേ. ഒരു വീട് ഞാൻ വാങ്ങി, പക്ഷേ ആ പ്രോപ്പർട്ടി എന്നിലേക്ക് ട്രാൻസ്ഫേർഡ് ആയിട്ടില്ല, പക്ഷേ ഞാൻ എമൗണ്ട് അടച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബിഫോർ സെയിൽ എന്ന കൺസെപ്റ്റിലാണ്. എനിക്ക് ആ വീട് വേണമെങ്കിൽ പണയത്തിന് വെക്കാം, ബിക്കോസ് ഇറ്റ് ഇസ് ടു ബി അല്ലെങ്കിൽ അത് എൻ്റെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ മേലെ എനിക്ക് പണയം വയ്ക്കാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു നോൺ ഓണേഴ്സിന് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദ പ്ലെഡ്ജ് ബൈ എൻ മെർക്കൻഡൈൽ ഏജൻറ്റ്. ഒരു മെർക്കൻഡൈൽ ഏജൻറ്റിന് ചെയ്യാം. വോയിഡബിൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിരിക്കുന്ന ഒരാൾക്ക്, ആ ഗുഡ്സിൻ്റെ പൊസിഷനുള്ള ഒരാൾക്ക് വേണമെങ്കിൽ പ്ലെഡ്ജ് ചെയ്യാം. പിന്നെ ഒരു ഓണറിന് പ്ലെഡ്ജ് ചെയ്യാം ഇഫ് ഹി ഈസ് ഹാവിങ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട് ഹി ഹാവ് പെയ്ഡ്. ഇപ്പോൾ മൊബൈൽ ഫോൺ കളഞ്ഞ് കിട്ടിയാൽ അതിൽ 200 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് അയാൾക്ക് പ്ലെഡ്ജ് ചെയ്യാം. ദെൻ ദ കോ ഓണർ ഇൻ പൊസിഷൻ. കൂടെയുള്ള കോ ഓണേഴ്സ് അല്ലെങ്കിൽ ജോയിൻ്റ് ഓണേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ഓണറിന് വേണമെങ്കിൽ ബാക്കിയുള്ളവരുടെ സമ്മതത്തോടെ നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മളുടെ സാധനം പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. ദെൻ സെല്ലർ ഇൻ പൊസിഷൻ ഫോർ സെയിൽ. ദാറ്റ് ഈസ് ആഫ്റ്റർ സെയിൽ. ആഫ്റ്റർ സെയിൽ കഴിഞ്ഞിട്ടുള്ളൊരു സെല്ലറിന് അയാളുടെ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്യാം. അതേപോലെ ബിഫോർ സെയിലിന് ഒരു ബയ്യറിനും പ്ലെഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ ദീസ് ആർ ദ കേസസ് ഇൻ വിച്ച് എ നോൺ ഓണർ ക്യാൻ പ്ലെഡ്ജ് ദെയർ പ്രോപ്പർട്ടി. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ്. സോ ഇതോടെ നമ്മുടെ പ്ലെഡ്ജ് ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് എന്ന മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ഡേ വി വിൽ ഡിസ്കസ് സം ഓഫ് ദി അതർ പോർഷൻസ് ഓഫ് ദ subject business law. Thank you.